കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്ക് ഇരമ്യാവ് പ്രവാചകന്റെ ജീവചരിത്രം നോക്കാം. ഇരമ്യാവ് എന്ന പേരിൻ്റെ അർത്ഥം യഹോവ ഉയർത്തും. വലിയ പ്രവാചകന്മാരിൽ രണ്ടാമനായിരുന്നു ഇരമ്യാവ്. എബ്രായ ചരിത്രത്തിൽ കടുത്ത പ്രതിസന്ധിയുടെ കാലത്തായിരുന്നു ഇരമ്യാവിൻ്റെ പ്രവാചക ശുശ്രൂഷ. യെരുശലേമിന് 3 കിലോമീറ്റർ വടക്ക് കിഴക്കുള്ള അനാഥോത്ത് എന്ന പട്ടണത്തിൽ BC 640 ഇരമ്യാവ് ജനിച്ചു. പുരോഹിത കുലത്തിലായിരുന്നു ജനനം. അബിയഥാർ പുരോഹിതൻ്റെ അനന്തരഗാമിയായിരിക്കണം ഇരമ്യാവിൻ്റെ പിതാവായ ഹിൽക്കിയാവ്. പ്രവാചകൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ല. ന്യായപ്രമാണത്തിൻ്റെ പാരമ്പര്യത്തിൽ വളർന്ന പ്രവാചകനിൽ 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാരുടെ സ്വാധീനം വ്യക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട്. 40 വർഷത്തെ ദീർഘമായ ശുശ്രൂഷ യോശിയാവ്, യഹോവാഹാസ്, യഹോയാക്കീം, യഹോയാഖീൻ, സിദക്കിയാവ് എന്നീ 5 രാജാക്കന്മാരുടെ കാലത്തായിരുന്നു. യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ 13-ാം വർഷത്തിൽ, അതായത് BC 626 യഹോവ ഇരമ്യാവിനെ പ്രവാചകനായി വിളിച്ചു. അശ്വർ രാജാക്കന്മാരിൽ പ്രസിദ്ധനായ അശ്വർ ബെനിപ്പാളിൻ്റെ മരണവർഷമായിരുന്നു അത്. അശ്വർ സാമ്രാജ്യത്തിൻ്റെ നാശം ബാബിലോണിൻ്റെയും ഈജിപ്തിൻ്റെയും പ്രാബല്യത്തിന് വഴിയൊരുക്കുകയും അവർ തമ്മിലുള്ള നേതൃത്വ മത്സരത്തിനും സ്പർദ്ധയ്ക്കും കാരണമാവുകയും ചെയ്തു. നെബൂഖദ്നേസർ രാജാവിൻ്റെ പിതാവ് ബാബിലോണിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഈജിപ്ത് പുതിയ പുനർജീവൻ പ്രാപിച്ചു. ഇവ രണ്ടും യഹൂദയുടെ ചരിത്രത്തിൽ നിർണായകരമായ സ്വാധീനം ചെലുത്തി. പ്രതിസന്ധി നിറഞ്ഞ ഈ കാലത്താണ് യഹൂദ ജനത്തെ ഭർഷിക്കുവാനും താക്കീത് ചെയ്യുവാനും ആശ്വസിപ്പിക്കുവാനും ഗുണദോഷിക്കുവാനും വേണ്ടി ഇരമ്യാവ് വിളിക്കപ്പെട്ടത്. ദൈവവിളി ലഭിച്ചപ്പോൾ ഇരമ്യാവ് ബാലനായിരുന്നു. വ്യക്തിപരവും ആത്മീകവും സാമൂഹികവുമായ തൻ്റെ പക്വമില്ലാത്ത അവസ്ഥയെ ഇരമ്യാവ് ദൈവത്തോട് ഏറ്റുപറഞ്ഞു. അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ. ഇരമ്യാവ് 1-ാം അധ്യായം 6-ാം വചനം. പഴയ നിയമകാലത്ത് 20 വയസ്സിന് മേലോട്ടുള്ളവരാണ് ദൈവിക ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെടുന്നത്. തൻ്റെ ശുശ്രൂഷയുടെ ആദ്യഘട്ടത്തിൽ ഇരമ്യാവ് സ്വജനത്തിൻ്റെ മതപരമായ ദോഷങ്ങളെ അപലപിക്കുകയും വടക്കു നിന്നുള്ള ആസന്നമായ ആക്രമണത്തെ വിളിച്ചറിയിക്കുകയും ചെയ്തു. വടക്കു നിന്നുള്ള ആക്രമണം ഏതെന്നത് വ്യത്യസ്തമായ വിവാദങ്ങളുള്ള വിഷയമാണ്. അവർ സിറിയന്മാരാണെന്നും അലക്സാണ്ടർ ചക്രവർത്തിയാണെന്നും BC 612 നിനവെ നശിപ്പിച്ച കൽദിയരും മേദ്യരുമാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. യോശിയ രാജാവ് തൻ്റെ വാഴ്ചയുടെ 18-ാം വർഷത്തിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ മതനവീകരണം ആരംഭിച്ചു. അപ്പോഴേക്കും ഇരമ്യാവ് പ്രവാചക ശുശ്രൂഷ ആരംഭിച്ച് 5 വർഷം കഴിഞ്ഞിരുന്നു. ദേവാലയത്തെ പുതുക്കുന്നതിനിടയിൽ കണ്ടെടുത്ത ഒരു ന്യായപ്രമാണ പുസ്തകമാണ് യോശിയാവിൻ്റെ നവീകരണത്തിന് പ്രേരകമായത്. ഈ കാലത്ത് ഇരമ്യാവ് പ്രവാചകനെന്ന നിലയിൽ പൊതുസമ്മതനായിരുന്നുവോ എന്നത് സംശയമാണ്. കാരണം ന്യായപ്രമാണ പുസ്തകത്തെക്കുറിച്ചുള്ള ദൈവിക അരുളപ്പാടിന് വേണ്ടി രാജാവ് ദൂതന്മാരെ അയച്ചത് ഹുൽദ പ്രവാചകയുടെ അടുക്കലാണ്. ഏറെ താമസിയാതെ ഈ നിയമത്തിൻ്റെ വചനങ്ങൾ ജെറുസലേം നിവാസികളോട് അറിയിക്കുവാൻ യഹോവ ഇരമ്യാവിനോട് അരുളി ചെയ്തു. യോശിയാവിൻ്റെ നവീകരണത്തിൽ പ്രവാചകൻ സന്തുഷ്ടനായിരുന്നു. എന്നാൽ യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ ഒടുവിലത്തെ ദർശകത്തെക്കുറിച്ച് കൂടുതൽ പരാമർശങ്ങളൊന്നും ഇരമ്യാവിൻ്റെ പ്രവചനത്തിലില്ല. രാജാവിൻ്റെ മരണത്തിന് 8 വർഷം മുൻപ് ബാബിലോണിയരും മേദ്യരും അശൂരിനെ നശിപ്പിച്ചു തുടങ്ങി. BC 612 നിനവെ തകർന്നു. അശൂരിൻ്റെ പതനത്തോടു കൂടി ഫറവോൻ നെഖോ പാലസ്തീൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് മുന്നേറി. മെഗിദ്ദോയിൽ വച്ച് നെഖോയെ തടയുന്നതിന് യോശിയാവ് ശ്രമിച്ചു. ഈ യുദ്ധത്തിൽ യോശിയാവ് വധിക്കപ്പെട്ടു. യോശിയാവിൻ്റെ അകാല മരണത്തിൽ സ്വാഭാവികമായും ഇരമ്യാവ് വിലപിച്ചു. യോശിയാവിൻ്റെ മരണശേഷം പുത്രനായ യഹോവാഹാസ് രാജാവായി. അദ്ദേഹം 3 മാസം ഭരിച്ചു. ജനങ്ങളിൽ ഭാരിച്ച നികുതി ചുമത്തി. 3 മാസത്തിനു ശേഷം ഫറവോൻ നെഖോ യഹോവാഹാസിനെ സിംഹാസനഭ്രഷ്ടനാക്കി. പകരം അവൻ്റെ ജ്യേഷ്ഠനായ യഹോയാക്കീമിനെ രാജാവാക്കി. യഹോവാഹാസ് മിസ്രൈമിലേക്ക് ബദ്ധനായി പോകേണ്ടി വന്നതിൽ ഇരമ്യാവ് ദുഃഖിച്ചു. യഹോയാക്കീമിൻ്റെ വാഴ്ചകാലത്ത് ഇരമ്യാവിൻ്റെ സ്ഥിതി മോശമായി. ദേവാലയത്തെ ദൈവം നശിപ്പിക്കുമെന്നും യഹൂദ ജനത്തെ യഹോവ ഉപേക്ഷിക്കുമെന്നും പ്രവചിച്ചത് കൊണ്ട് ജനം ഇളകി പ്രവാചകനെ കൊല്ലുവാനൊരുങ്ങി. യഹോയാക്കീമിൻ്റെ കാലത്തുണ്ടായ പ്രധാന സംഭവമാണ് കർക്കെമീഷ് യുദ്ധം.
BC 605 ഫറവോൻ നെഖോ സൈന്യവുമായി യൂഫ്രട്ടീസ് തീരത്തേക്ക് മുന്നേറി. അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് നെബൂഖദ്നേസർ പുത്രനായ നെബൂഖദ്നേസറിനെ നിയോഗിച്ചു. കർക്കെമീഷിൽ വച്ച് നടന്ന നിർണായക യുദ്ധത്തിൽ ഈജിപ്റ്റ് പരാജയപ്പെടുകയും മധ്യ പൗരസ്ത്യ ദേശത്തിൻ്റെ നേതൃത്വം ബാബിലോണിൻ്റെ കൈകളിൽ അമരുകയും ചെയ്തു. ഈജിപ്തിലേക്കുള്ള പാതകളെല്ലാം ബാബിലോണിൻ്റെ നിയന്ത്രണത്തിലായി. ഈ അന്തർദേശീയ അധികാര മത്സരത്തിൽ യഹൂദയുടെ അപകട സാധ്യതകൾ ഇരമ്യാവ് മനസ്സിലാക്കി. യഹൂദ ഈജിപ്തിനോട് സഖ്യം ചെയ്യുകയും ഈജിപ്റ്റ് പരാജയപ്പെടുകയും ചെയ്താൽ അതിൻ്റെ തിക്തഫലം യഹൂദ അനുഭവിക്കും. ബാബിലോണിയർ യഹൂദയെ കീഴടക്കി ഈജിപ്തിനെ ആക്രമിക്കുവാനുള്ള താവളമാക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല. നെബൂഖദ്നേസർ യഹൂദയെ ശൂന്യമാക്കുമെന്ന് ഇരമ്യാവ് പ്രവചിച്ചു. തന്മൂലം ബാബിലോണിന് കീഴടങ്ങുകയാണ് നാശത്തിൽ നിന്നുള്ള ഒരേ ഒരു പോംവഴിയെന്ന് അദ്ദേഹം ഉപദേശിച്ചു. ഇരമ്യാവിൻ്റെ പ്രവചനങ്ങൾക്ക് എതിരായിരുന്നു യെഹോയാക്കീമിൻ്റെ നയതന്ത്രം. അവൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവും യഹൂദയെ നാശത്തിലേക്ക് നയിച്ചു. 3 വർഷം യെഹോയാക്കീം ശാന്തനായി ഇരുന്ന ശേഷം നെബൂഖദ്നേസറിനോട് മത്സരിച്ചു. അത് ഇരമ്യാവിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടായിരുന്നു. തൽഫലമായി കൽദയ സൈന്യം BC 597 യഹൂദ ആക്രമിച്ചു. ഇതായിരുന്നു യെരുശലേമിൻ്റെ മേലുള്ള 1ാമത്തെ ആക്രമണം. പട്ടണം പിടിക്കുന്നതിന് തൊട്ടു മുൻപായി യെഹോയാക്കീം മരിച്ചു. രാജാവിനെയും പ്രവാചകന്മാരെയും ഇരമ്യാവ് കഠിനമായി ഭർത്സിച്ചു. കൽദയരോട് ആഭിമുഖ്യമുള്ള കക്ഷിയുടെ വക്താവായിട്ടാണ് ഇരമ്യാവ് കാണപ്പെട്ടത്. രക്ഷയ്ക്കുള്ള ഏക മാർഗം കൽദയർക്ക് വിധേയപ്പെടുകയാണെന്ന് പ്രവാചകൻ വ്യക്തമാക്കി. തന്മൂലം അദ്ദേഹത്തെ ദേശദ്രോഹിയായി മുദ്രയടയ്ക്കപ്പെട്ടു. പ്രവാചകന്മാരും പുരോഹിതന്മാരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. ഇരമ്യാവിനെതിരെ ഗൂഢാലോചന നടത്തുകയും അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും തടവിലാക്കുകയും വധശിക്ഷ നൽകുവാൻ അധികാരികളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. യെഹോയാക്കീമിൻ്റെ 4ാം വർഷത്തിൽ പ്രവചനങ്ങളെ രേഖപ്പെടുത്തുവാൻ അരുളപ്പാട് ലഭിച്ചു. ബാരൂക്കിനെ കൊണ്ട് പ്രവചനങ്ങൾ എഴുതിപ്പിച്ച് ഉപവാസ ദിവസത്തിൽ പരസ്യമായി വായിപ്പിച്ചു. പ്രഭുക്കന്മാരുടെ മുൻപിൽ ബാരൂക്കിനെ വരുത്തി തങ്ങൾ ഈ ചുരുൾ രാജാവിനെ വായിപ്പിച്ച് കേൾപ്പിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണമെന്ന് അവർ ഏറ്റു. അതുവരെ ബാരൂക്കിനെയും പ്രവാചകനെയും ഒളിവിൽ കഴിയുവാൻ അവർ ഉപദേശിച്ചു. എന്നാൽ ചുരുളിൻ്റെ 3/4 ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ യെഹോയാക്കീം രാജാവ് ചുരുളിനെ നശിപ്പിച്ചു കളഞ്ഞു. ബാരൂക്കിനെ ഇരമ്യാവിനെയും പിടിച്ച് ബന്ധിക്കുന്നതിന് രാജാവ് കൽപ്പന കൊടുത്തു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. യഹോവയുടെ കൽപ്പന പ്രകാരം ചുരുൾ വീണ്ടും എഴുതുകയും അതുപോലുള്ള പ്രവചനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പശ്ഹൂർ പുരോഹിതൻ ഇരമ്യാവിനെ അടിച്ചത് ഈ കാലത്താണ്. ഈ നിരാശപൂർണമായ ചുറ്റുപാടുകളിലും യഹൂദയ്ക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയും ദേവാലയത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നാശത്തെപ്പറ്റി പ്രവചിക്കുകയും സ്വജനത്തിൻ്റെ വിധിയെപ്പറ്റി വിലപിക്കുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ തൻ്റെ ദൗത്യത്തിൽ തന്നെ ഉറച്ചുനിന്നു. നെബൂഖദ്നേസർ യെഹോയാക്കീമിനെ ചങ്ങലകളാൽ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. യെഹോയാക്കീമിന് ശേഷം പുത്രനായ യെഹോയാഖീൻ രാജാവായി. 18 വയസ്സുള്ള യുവരാജകുമാരൻ 3 മാസം രാജ്യം ഭരിച്ചു. യഹൂദയിലെ പ്രഭു കുടുംബങ്ങളിൽപ്പെട്ടവരോടൊപ്പം രാജാവും ബാബേലിലേക്ക് നാടുകടത്തപ്പെട്ടു. ഈ സംഭവവും ഇരമ്യാവ് പ്രവചിച്ചിരുന്നു. 36 വർഷത്തിന് ശേഷം നെബൂഖദ്നേസറിൻ്റെ പിൻഗാമിയായ എവിൽ മെരോദാക്ക് അവനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. BC 597 ആക്രമണത്തിന് ശേഷം നെബൂഖദ്നേസർ യോശിയാവിൻ്റെ മകനും യെഹോയാക്കീൻ്റെ ചിറ്റപ്പനുമായ സിദെക്കീയാവിനെ രാജാവാക്കി. ഇദ്ദേഹത്തിൻ്റെ വാഴ്ചക്കാലത്താണ് യഹൂദയുടെ അന്ത്യം ഭവിച്ചത്. യഹൂദയിൽ പ്രബലമായി തീർന്ന മിസ്രൈമി ആഭിമുഖ്യമുള്ള കക്ഷിയുമായി ചേർന്ന് സിദെക്കീയാവ് ബാബേലിനോട് മത്സരിച്ചു. പ്രവാചകൻ്റെ താക്കീതുകൾ രാജാവ് കൈക്കൊണ്ടില്ല. കള്ളപ്രവാചകന്മാർ ഇരമ്യാവിനെ കൊല്ലുവാൻ അന്വേഷിച്ചു. ബാബേൽ പ്രവാസകാലം 70 വർഷമെന്ന് ഇരമ്യാവും വേറെ 2 വർഷമെന്ന് കള്ളപ്രവാചകന്മാരും പ്രവചിച്ചതായിരുന്നു കാരണം. BC 587 കൽദയ സൈന്യം പാലസ്തീനിൽ ഇരച്ചു കയറി. ഇരമ്യാവ് പ്രവചിച്ചതുപോലെ പട്ടണങ്ങൾ അയാളുടെ മുൻപിൽ താളടിയായി. ബാബേലിന് കീഴടങ്ങുവാൻ ഇരമ്യാവ് സിദെക്കീയാവിനെ ഉപദേശിച്ചു. രാജാവ് അത് നിരസിച്ചപ്പോൾ പ്രവാചകൻ പട്ടണം വിട്ടു പോകുവാൻ ശ്രമിച്ചു. ശത്രുവിൻ്റെ മുൻപിൽ പട്ടണം ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് ഇരമ്യാവിനെ കാരാഗൃഹത്തിൽ അടച്ചു. നെബൂഖദ്നേസറിൻ്റെ സൈന്യം യെരുശലേമിനെ നിരോധിച്ചു. ദേവാലയം കൊള്ളയടിക്കുകയും യഹൂദയെ ശൂന്യമാക്കുകയും ചെയ്തു. സിദെക്കീയാവിൻ്റെ ദൗർബല്യം കാരണം ഇരമ്യാവിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിച്ചു. എബ്രായ അടിമകൾക്ക് വിമോചനം പ്രസിദ്ധമാക്കിയ ശേഷം അതിന് വിപരീതമായി പ്രവർത്തിച്ചവർക്ക് ഭയങ്കര ന്യായവിധി ഉണ്ടാകുമെന്ന് ഇരമ്യാവ് മുന്നറിയിച്ചു.
ശത്രുക്കൾ അദ്ദേഹത്തെ തടങ്കലിലാക്കി നിലവറയിൽ പാർപ്പിച്ചു. പിന്നീട് കാവൽപ്പുര മുറ്റത്തേക്ക് മാറ്റി പാർപ്പിച്ചു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി കുഴിയിലിട്ട് കളഞ്ഞു. എന്നാൽ ഏബേദ് മേലേക്കിൻ്റെ ഇടപെടൽ നിമിത്തം കാവൽപ്പുര മുറ്റത്ത് പാർത്തു. അവിടെ വെച്ച് രാജാവ് പ്രവാചകനുമായി രഹസ്യമായി ഇടപെട്ടു. യെരുശലേം ആക്രമണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇരമ്യാവ് അനാഥോത്തിൽ തൻ്റെ ഇളയപ്പൻ്റെ മകൻ്റെ നിലം വാങ്ങി. യെരുശലേമിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ ഉറപ്പ് നൽകുന്ന ഒരു പ്രതീകാത്മക പ്രവൃത്തിയായിരുന്നു. അപ്പോഴും വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനങ്ങൾ അദ്ദേഹം നൽകി. ക്രിസ്തുവിൽ നിറവേറേണ്ടിയിരുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ചും ഇരമ്യാവ് മുന്നറിയിച്ചു. നെബൂഖദ്നേസർ ഇരമ്യാവിനോട് കരുണ കാണിച്ചു. യഹൂദയിലെ ഗവർണറായി നെബൂഖദ്നേസർ ഗദല്യാവിനെ നിയമിച്ചു. ഇരമ്യാവ് മിസ്പയിൽ ചെന്ന് ഗദല്യാവിൻ്റെ അടുക്കൽ അഭയം തേടി. ഏറെ താമസിയാതെ ഗദല്യാവ് വധിക്കപ്പെട്ടു. ബാബേൽ രാജാവിൻ്റെ പ്രതികാരം ഭയന്ന് മിസ്പയിൽ ശേഷിച്ചവർ മിസ്രൈമിലേക്ക് പലായനം ചെയ്തു. ഇരമ്യാവിനെയും ബാരൂക്കിനെയും അവർ കൂടെ കൊണ്ടുപോയി. ഈജിപ്തിലും തൻ്റെ പ്രവാചക ദൗത്യം അദ്ദേഹം തുടർന്നു. നെബൂഖദ്നേസർ ഈജിപ്റ്റ് കീഴടക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. യഹൂദന്മാർ ഇരമ്യാവിനെ കല്ലെറിഞ്ഞു കൊന്നു എന്ന് ഒരു ക്രൈസ്തവ പാരമ്പര്യമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി ഇരമ്യാവിൻ്റെ അസ്ഥികൾ അലക്സാണ്ട്രിയയിലേക്ക് കൊണ്ടുവന്നു എന്ന് മറ്റൊരു പാരമ്പര്യവും പറയുന്നു. നെബൂഖദ്നേസർ ഈജിപ്റ്റ് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ബാരൂക്കിനോടൊപ്പം ഇരമ്യാവ് ബാബിലോണിലേക്ക് രക്ഷപ്പെട്ടുവെന്നും അവിടെ മരിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിക്കുന്നു. എതിർപ്പുകളുടെയും കഷ്ടതകളുടെയും മധ്യത്തിലും തെല്ലും സങ്കോചം കൂടാതെ പ്രവാചക ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിച്ച വ്യക്തിയായിരുന്നു ഇരമ്യാവ്. യഹൂദയുടെ ചരിത്രത്തിൽ നാശത്തിൻ്റെ വക്താവായി മാറേണ്ട ദുര്യോഗമാണ് ഇരമ്യാവിന് ഉണ്ടായത്. യോശിയാവിൻ്റെ നവീകരണ ശ്രമം താൽക്കാലികമായിരുന്നു. ആന്തരികമായ മാറ്റം ഉളവാക്കുവാൻ അതിന് കഴിഞ്ഞില്ല. പ്രവാചകൻ്റെ ദീർഘമായ പ്രവാചക ശുശ്രൂഷയിൽ മുഴുവൻ മുഴങ്ങിക്കേട്ടത് ന്യായവിധിയുടെ സന്ദേശമാണ്. ദൈവത്തിൻ്റെ ദാസന്മാരെയും പ്രവാചകന്മാരെയും ചെവികൊള്ളാത്ത ജനം ഇരമ്യാവ് പ്രവാചകൻ്റെ വാക്കുകളും കേട്ടില്ല. വിശ്വാസത്യാഗിയായ ജാതിക്ക് യഹോവ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നത് സംഭവിച്ചു. തങ്ങളുടെ ജീവനെ രക്ഷിക്കുവാൻ ബാബേലിലേക്ക് കീഴടങ്ങുവാനുള്ള പ്രവാചക ദൂത് നിരസിക്കപ്പെട്ടു. സ്വന്തം രാജ്യത്തെയും ജനത്തെയും അളവറ്റ് സ്നേഹിച്ച പ്രവാചകൻ കുഴപ്പക്കാരനും രാജദ്രോഹിയുമായി മുദ്രയടയ്ക്കപ്പെട്ടു. ജനവും പ്രഭുക്കന്മാരും രാജാക്കന്മാരും അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിച്ചു. അദ്ദേഹം അനുഭവിച്ച ദുഃഖം അഗാധവും അസഹ്യവുമായിരുന്നു.